തമിഴ് സിനിമയുടെ സ്വതസിദ്ധമായ പഞ്ച് ഡയലോഗുകൾ എടുത്ത് അമ്മാനമാടുകയാണ് വിജയ്. സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയ വേദിയിലേക്ക് വലിയ കോളിളക്കമുണ്ടാക്കിയെത്തിയ വിജയ് തന്റെ സ്റ്റാർഡം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. തമിഴ്നാട് ഭരിക്കുന്ന DMKക്കെതിരെ എപ്പോഴൊക്കെ പ്രസംഗിക്കാൻ എത്തുന്നുവോ അപ്പോഴൊക്കെ സിനിമാറ്റിക് പഞ്ചുകളും ജനപ്രിയ മുദ്രാവാക്യങ്ങളും കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുകയാണ് വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂട് കൂടുമ്പോൾ സിനിമാ ലോകത്തിന്റെ സൂപ്പർ സ്റ്റാറായ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക മുന്നേറ്റ കഴകം അഥവാ TVK സേലത്ത് സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിൽ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ വേദിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ നിമിഷമായി മാറി. തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സേലത്ത് നടത്തിയ പ്രസംഗവും വിഭിന്നമല്ലായിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും ഭരണകക്ഷിയായ DMKയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച വിജയ് വോട്ടർമാരോട് ഭരണകക്ഷിയുടെ അഴിമതി കഥകൾക്കെതിരെ വിസിലടിക്കൂ എന്ന ആഹ്വാനവുമായാണ് മടങ്ങിയത്. DMK സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ത്രീകൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് എന്ന നിലയിൽ നൽകുന്ന 3000 രൂപ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പദ്ധതിയാണെന്ന വാദമാണ് വിജയ് മുന്നോട്ട് വച്ചത്. DMK ജയിച്ചാൽ ഓരോ സ്ത്രീക്കും 2000 രൂപ കൂടി സമ്മർ ബോണസായി നൽകുമെന്ന ഭരണകക്ഷിയുടെ വാഗ്ദാനവും വിജയുടെ പരിഹാസത്തിന് പാത്രമായി. ഇത് വോട്ട് വാങ്ങാനുള്ള ശ്രമമാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ വിജയ് സേലത്ത് തന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് തടിച്ചുകൂടിയ ജനങ്ങളോട് പറഞ്ഞത് പണം വാങ്ങിക്കോളൂ, പക്ഷേ വിസിലടിക്കാൻ മറക്കരുതേ എന്നാണ്. തന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിസിലിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. സ്പെഷ്യൽ സമ്മർ അലവൻസ് ഈ വർഷം മാത്രം എങ്ങനെ ഉണ്ടായി? വേനൽക്കാലം ഇപ്പോഴാണോ തുടങ്ങുന്നത്? വീടുകളിലും തെരുവുകളിലും മുഴങ്ങുന്ന വിസിലിന്റെ ശബ്ദമാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ, വിജയ് പ്രസംഗത്തിൽ ആവേശത്തോടെ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പരിചയക്കുറവുള്ളവനെന്ന വിമർശനം നേരിടുന്ന വിജയ് DMKയുടെ പരിചയം അഴിമതിയിലാണ്, അതിൽ ഞങ്ങൾ അനുഭവമില്ലാത്തവരാണ് എന്നാണ് പഞ്ച് ഡയലോഗിലൂടെ മറുപടി പറഞ്ഞത്. കഴിഞ്ഞ വർഷം കരൂരിൽ നടന്ന റാലിയിലുണ്ടായ തിരക്കിൽ 41 പേർ മരിച്ച സംഭവം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സേലം റാലിക്ക് 4998 പേർക്ക് മാത്രം അനുമതി നൽകിയത്. ഐഡന്റിറ്റി കാർഡ് പരിശോധന തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിക്കാത്ത ഒന്നാണ് വിജയുടെ പാർട്ടിയെന്നും അത് തന്നെയാണ് കരൂർ ദുരന്തത്തിന് കാരണമെന്നുമുള്ള DMKയുടെ കുറ്റപ്പെടുത്തലിനെ തക്കതായ മറുപടിയോടെയാണ് TVK നേതാവായ വിജയ് മറുപടി പറഞ്ഞത്. തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള DMKയുടെ പദ്ധതിയാണിതെന്നും തനിക്കറിയുന്നത് സ്റ്റാലിൻ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാത്രമാണെന്നും വിജയ് പരിഹസിച്ചു. കരൂർ ദുരന്തത്തിലെ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ താൻ പോരാടുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഒരു ഒഴിവാക്കാനാകാത്ത ശക്തിയായി മാറിയിരിക്കുകയാണ്. കരൂർ ദുരന്തം പാർട്ടിയുടെ സാധ്യതകൾക്ക് തിരിച്ചടിയായെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവാണ് TVK കാഴ്ചവെച്ചിരിക്കുന്നത്. DMKയുമായി യാതൊരു സഖ്യവുമില്ലെന്ന് വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ എന്റെ രാഷ്ട്രീയ ശത്രുക്കളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇതിനിടെ സേലത്ത് നടന്ന റാലിയിൽ പങ്കെടുക്കാനെത്തിയ ഒരു 37കാരൻ കുഴഞ്ഞു വീണു മരിച്ച സംഭവം DMKയും BJPയും വിജയുടെ പാർട്ടിയുടെ സംഘാടന പിഴവ് മൂലമാണെന്ന് ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കരൂരിലെ ദുരന്തത്തിന് ശേഷം സേലത്തും ഒരു മരണം ഉണ്ടായിരിക്കുന്നത് വിജയ്ക്ക് തലവേദന ഉണ്ടാക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും തമിഴ്നാട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശകരമാകുകയാണ്. TVKയുടെ വിസിലിന്റെ ശബ്ദം ബാലറ്റിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.